ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. എൻ്റെ മുത്ത് മോമിനീങ്ങളെ, ഞാൻ നിങ്ങളിലേക്ക് കുറച്ച് വീഡിയോസ് വിട്ടിട്ടുണ്ടായിരുന്നു. അത് ഓരോ ദിവസത്തെയും ദിക്റിനെ അധികരിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. നിങ്ങൾ ചൊല്ലിയിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ചൊല്ലാത്ത ആളുകളുണ്ടെങ്കിൽ ആ വീഡിയോ കണ്ട് ഓരോ ദിവസവും ചൊല്ലി അധികരിപ്പിക്കുക ആ ദിക്റിനെ. എന്നാൽ നിങ്ങളിലേക്ക് ഓരോ പ്രയാസവും റബ്ബ് സുബ്ഹാനഹു വ തആല മാറ്റിത്തരും, അത് ഉറപ്പാണ്. അൽഹംദുലില്ലാ അൽഹംദുലില്ലാ. പിന്നെ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, ഇന്ന് നമ്മുടെ സമൂഹത്തിൽ മക്കൾ വല്ലാത്തൊരു വിഷയത്തിലാണ്. ഓരോ ഉമ്മമാർക്കും പറഞ്ഞതനുസരിക്കാത്ത മക്കളാണ്, ഒരു ജോലിയും ചെയ്യാത്ത മക്കളാണ്, എന്തെങ്കിലും പറഞ്ഞാൽ തട്ടുത്തരം പറയുന്നതാണ്, അങ്ങനെ പല കംപ്ലൈൻറ്റുള്ള മക്കളാണ് വിഷയം. നമ്മുടെ റബ്ബ് നമ്മളിലേക്ക് ആ മക്കളെ തന്നിരിക്കുന്നത് സമ്പത്തായിട്ടാണ്. നമ്മൾ ആ മക്കളെ അങ്ങനെ നിരന്തരം ഓരോ കുറ്റപ്പെടുത്തലുകൾ പറഞ്ഞ് അവരെ ഒറ്റപ്പെടുത്തുകയാണ് നമ്മൾ ചെയ്യുന്നത്. അവരെ ഏത് നേരം അവരിലുള്ളൊരു പോസിറ്റീവ് പോലും നമ്മൾ കാണാതെ ഏത് നേരവും നെഗറ്റീവ് തന്നെ നമ്മൾ അവരോട് സംസാരിക്കുള്ളൂ. അതുപോലെ തന്നെ ചില ഉമ്മമാർ ആ മക്കളെ മുഖത്ത് പോലും നോക്കാറേനുണ്ടാവില്ല. അവരെ മുഖം നേർക്കുനേരെ നിന്ന് കണ്ടിട്ട് പോലും ഉണ്ടാവില്ല. അങ്ങനെ കാര്യം അങ്ങോട്ടും ഇങ്ങോട്ടും അങ്ങനെ തുരേ രണ്ട് പേരും സംസാരിക്കും. പക്ഷേ ആ ഉമ്മയും മോനും നേർക്കുനേരെ നിന്നിട്ട് മോൻ ഫോണുമ്മലായിരിക്കും, ഉമ്മ കിച്ചണിൽ ജോലി ചെയ്യുന്ന ഇടയിലായിരിക്കും പറച്ചിൽ. അങ്ങനെ അതൊന്നും ഒരു കാര്യമില്ല. അപ്പോൾ ആ മക്കളെ മുഖത്ത് നോക്കിയിട്ട് എൻ്റെ മോൻ നല്ല കുട്ടിയാട്ടാ, എൻ്റെ മോനെ എന്താണോ അവനുള്ളൊരു പോസിറ്റീവ് ആക്കി എന്തെങ്കിലും ഉണ്ടല്ലോ അതിങ്ങനെ എടുത്ത് പറഞ്ഞ് അവർ ചെയ്യുന്ന ജോലിയിൽ നമ്മളൊരു പോസിറ്റീവ് കണ്ടെത്തണം. അവർ ചെയ്യുന്ന പ്രവൃത്തി മുഴുവൻ നമ്മൾ നെഗറ്റീവായി കാണരുത്. അതാണ് വലിയ വിഷയം. മക്കളല്ല നന്നാവേണ്ടത്, നമ്മളാണ് നന്നാവേണ്ടത്. നമ്മൾ അവരിലൊരു നന്മയും കാണാതെ അങ്ങനെ അവരെ കുറ്റപ്പെടുത്തുകയാണ്. അതുകൊണ്ട് എൻ്റെ മുത്ത് മോമിനീങ്ങൾ, നമ്മളെ മക്കളെ നമ്മൾ ഫാമിലിയിൽ താമസിക്കുമ്പോൾ ചില വീടുകളിൽ ഉമ്മ പെങ്ങന്മാരൊക്കെ ഉണ്ടെങ്കിൽ അവരെന്തായാലും നമ്മളെ മക്കളങ്ങനെ അവർക്കറിയില്ല, അവരങ്ങനെ പറയും എന്തെങ്കിലുമൊക്കെ. എന്താണോ ആ കുട്ടീൻ്റെ കാട്ടിയ ദോഷം ഉണ്ടെങ്കിൽ അത് വിളിച്ച് പറയും. അത് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് വല്ലാത്തൊരു വിഷമീകാരം അല്ലേ? എല്ലാവർക്കും അത് വിഷമമാണ്. നമ്മളെ കുട്ടികളെ മറ്റൊരാൾ പറയുമ്പോൾ നമുക്ക് വലിയ വിഷമത്തിലേക്കാരം. അതിന് പുറമെ നമ്മൾക്ക് ഉറ്റവരെയോ ഉടയവരെയോ വിളിക്കുമ്പോൾ അവരോടും പറയും, നമ്മളും പറയും. അപ്പോൾ ഈ കുട്ടി കേൾക്കുന്നത് മുഴുവൻ നെഗറ്റീവാണ്. ഏത് നേരവും ബാപ്പ എന്തായാലും കുറ്റപ്പെടുത്തിയിട്ട് ഉമ്മാനോട് പറയും, ഓൻ അങ്ങനെ ചെയ്തു, ഞാൻ വിളിച്ചപ്പെടുത്തിയില്ല, അവർ രാത്രി വന്നില്ല, എല്ലാം കംപ്ലൈൻ്റാണ്. ആ മക്കളെ പറ്റി ആർക്കും പറയാനുള്ളത്, എല്ലാവരും മൊത്തത്തിൽ കംപ്ലൈൻറ്റാണ് പറയണത്. അപ്പോൾ ഈ കുട്ടി കംപ്ലൈൻ്റ് ആയിട്ട് ഈ കുട്ടി അങ്ങനെ തന്നെ പിന്നെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ കുട്ടി കഴിയുള്ളൂ. കുട്ടീൻ്റെ ഒരു നന്മ കാണേണ്ടത് നമ്മളാണ് അവരെ നൊന്ത് പ്രസവിച്ച മക്കൾ അല്ലേ? നമ്മളാ നൊന്ത് പ്രസവിച്ച ആ ഒരു സമയമൊക്കെ ഒന്ന് ആലോചിച്ചിട്ട് ആ മക്കളോട് നമുക്ക് പറയാൻ കഴിയുമോ? പക്ഷെ അവരെ കയ്യിലുള്ളത് മുഴുവൻ നെഗറ്റീവാണ്. എന്നാലും ആ മോനക്കോ ആ മോൾക്കോ ഒരു പോസിറ്റീവ് ഉണ്ടാവും. അതെടുത്ത് നന്മയോടുകൂടി നല്ല വാക്കിലോടുകൂടി അവരോട് സംസാരിക്കാൻ ശ്രമിക്കുക. ആദ്യം തന്നെ അവരോട് നല്ലത് ശ്രമിക്കുക, നല്ല പറയുക. അജന്ന് ചെയ്തപ്പോൾ നല്ലൊരു വൃത്തിയായിട്ടോ അത് ചെയ്ത പണി, അല്ലെങ്കിൽ അവരെന്താണോ നമുക്ക് ചെയ്തു തന്നിട്ട് അതൊന്ന് നല്ലൊരു ഇതായിട്ടോ ചെയ്തിട്ട് അങ്ങനെ പറയാം. ഇതെല്ലാം കുറ്റം എന്താ ചെയ്തിട്ട് അങ്ങനെ ഒരു കാര്യമില്ല, അങ്ങനെ നിരന്തരം പറയരുത്, ഒരിക്കലും പറയരുത്. നൊന്ത് പ്രസവിച്ച ഉമ്മമാരൊരാളിത് പറയരുത്. നമ്മളെ മക്കളിൽ നന്മ കണ്ടെത്തുക. അതിനുശേഷം ആ മക്കൾക്ക് നമുക്ക് ചെയ്തു കൊടുക്കാൻ പറ്റുന്ന കുറേ കാര്യങ്ങളുണ്ടല്ലോ, അത് ഞാൻ നിങ്ങളിലേക്ക് ഈ വീഡിയോ വഴി വിട്ടുതരാം. അത് കണ്ടിട്ട് നിങ്ങൾക്ക് പറ്റുമെങ്കിൽ അത് പ്രാവർത്തികമൊന്നാക്കി കൊടുക്കുക. ആ മോനോ മോളോ എന്താണെങ്കിലും ഒരു പാത്രത്തിൽ വെള്ളം എടുക്കുക കുറച്ച്, എന്നിട്ടതിലേക്ക് ബിസ്മില്ലാഹിർ-റഹ്മാനിർ-റഹീം എന്ന ആ ഒരു ബിസ്മിയെ പ്രാവർത്തികമാക്കുക 786 പ്രാവശ്യം. കുറേ സമയമൊന്നും വേണ്ട, ഇതിനൊന്നും ഒരു 20 മിനിറ്റോ 15 മിനിറ്റോ നിങ്ങളെ നെയ്യത്ത് ഏതാണോ, എൻ്റെ മോനക്ക് നല്ലത് മാത്രം കേൾക്കണേ എന്ന് വെച്ചിട്ട് നിങ്ങൾ ഈ ഒരു ബിസ്മി ചൊല്ലിയ വെള്ളം അവർക്ക് ചായ കുടിക്കുമ്പോഴോ വെള്ളം ചോദിക്കുമ്പോഴോ കൊടുക്കുക. വീട്ടിൽ മൊത്തം എല്ലാവരും കുടിക്കുക, ഏത് രൂപത്തിലും കുടിക്കാം അല്ലേ? നമ്മൾ ഭക്ഷണം ഉണ്ടാക്കുമ്പോൾ അതിലും കൂട്ടിച്ചേർക്കാം. അങ്ങനെ ചെയ്തിട്ട് നമ്മളെ മക്കൾക്ക് മാറ്റം ഉണ്ടോ എന്ന് നോക്കൂടി. ഏത് ഒരു പരിപാടി പറയുക നിങ്ങൾ ഒരു ദിവസമോ 2 ദിവസം ചെയ്താൽ ഒന്നുമില്ല, ഒരു മാറ്റവും ഇല്ല. അങ്ങനെ തോന്നാൻ പാടില്ല.
നമ്മൾ എന്ത് കാര്യം, നമ്മൾ ഭക്ഷണമൊക്കെ എന്നും കഴിക്കണ ഭക്ഷണമല്ലേ, നമ്മൾ എന്നും കുളിക്കണ ആളുകളല്ലേ, എന്നും നമ്മൾ 5 വക്ത് നമസ്കരിക്കണ ആളുകളല്ലേ, അതൊക്കെ ജീവിതകാലം മുഴുവൻ പ്രാവർത്തികമാക്കുക. ഇതേപോലത്തെ എന്താണോ നിങ്ങളിലുള്ള നെയ്യത്ത്, നമ്മളെ മക്കൾ നന്നാവാൻ വേണ്ടി ചെയ്യുന്ന നെയ്യത്ത് എന്താണോ അത് ഡെയിലി നെയ്യത്ത് നിർബന്ധമാക്കുക. അപ്പോഴേ നമ്മളെ മക്കളിലേക്ക് മാറ്റം കൊണ്ടുള്ളൂ. ഒരു ദിവസം ഒരു മാസമോ ചെയ്തിട്ട് അത് വലിയ മാറ്റമൊന്നുമില്ല. നമ്മൾ ചടച്ച് വാക്കാണ് പറയുന്നത്, നമ്മൾ മടുത്ത വർത്താനാണ് അവിടെ പറയുന്നത്. അത് പറയരുത്. അള്ളാൻ്റെ മുന്നിൽ വെച്ചിട്ട്, അള്ളാഹുവേ എൻ്റെ മോന് റാഹത്താകാൻ വേണ്ടി മാത്രമാണ് ഞാൻ ഈ വെള്ളം ഓതിയിട്ട് കുടിപ്പിച്ച് ഈ ഒരു വിസ്മി അധികരിപ്പിച്ച് അതിൽ ഓതിയിട്ട് ആ മക്കൾക്കൊന്ന് കൊടുത്തു നോക്കി. എന്നിട്ട് എന്തെങ്കിലും ഒരു മാറ്റമില്ലേ നോക്കി. അത് 1 ദിവസം 2 ദിവസം ചെയ്തിട്ടൊന്നും റിസൾട്ട് കിട്ടുന്ന സംഗതി ഒന്നല്ല കേട്ടോ. അത് ആദ്യം തന്നെ പറഞ്ഞു തരാം. എന്നിട്ട് എൻ്റെ മുത്ത് മോമിനീങ്ങളെ, നമ്മളെ മക്കളെ നമ്മൾ പോസിറ്റീവായി ചിന്തിക്കുക. അവർ പാവണേ, അവരൊന്നും അറിയാത്ത മക്കളാണ്. ഇന്നത്തെ സമൂഹത്തിൽ അവർ മറ്റുള്ളവരെ കണ്ടങ്ങനെ ഒരു ജീവിതമാണ്. അപ്പോൾ ഈ നമസ്കരിക്കാത്ത ഒരുപാട് ഉമ്മമാർക്ക് കംപ്ലൈൻ്റാണ്. എൻ്റെ കുട്ടി നമസ്കരിക്കൂല, എല്ലാ അമ്മമാർക്കും കംപ്ലൈൻറ്റ്. അപ്പോൾ അവർ ഒരു വക്ത് നമസ്കരിച്ചേക്കണമെങ്കിലും നമ്മൾ എന്താ പറയുക, ഒരു വക്ത് നമസ്കരിച്ച് 4 എണ്ണല്ലേ ഉള്ളൂ, അങ്ങനെ നല്ല മയത്തിൽ പറയാം, നല്ല സമാധാനത്തിൽ പറഞ്ഞു കൊടുക്കുക. എന്നിട്ട് അവർ ചെയ്യുന്നില്ലെന്ന് നോക്കുകയാണെ, ചെയ്യും, അവരും ചെയ്യും. എന്ത് കാര്യവും നമ്മൾ പറയുന്ന പോലെയാണ് നമ്മളെ മക്കൾ ചെയ്യുക. പക്ഷേ നമ്മൾ ചാടിക്കടിച്ച് അങ്ങോട്ട് പറയുമ്പോഴാണ് നമ്മളെ മക്കൾ ഇങ്ങോട്ട് പറയുക. അതുകൊണ്ട് എൻ്റെ മുത്ത് മോമിനിങ്ങൾ, മക്കളെ പറ്റി ഒരാളോടും കുറ്റം പറയാതെ നല്ല പോസിറ്റീവ് അവരിലുള്ളത് കണ്ടിട്ട് ഈ ഒരു വിസ്മയെ അധികരിപ്പിച്ച് അവരെ കൊണ്ട് ആ വെള്ളം കുടിപ്പിച്ച് ഒന്ന് പ്രാവർത്തികമാക്കി നോക്കി. അൽഹംദുലില്ലാ റിസൾട്ട് എന്തായാലും നിങ്ങളിലേക്ക് വരും, അതെനിക്ക് ഉറപ്പുണ്ട്. അതുകൊണ്ട് ഞാൻ ഇതുപോലത്തെ വിഷമിക്കുന്ന ഓരോ ഉമ്മമാരിലേക്കും ഇതേപോലത്തെ വീഡിയോസ് വിട്ടുതരാം. നിങ്ങൾക്ക് പറ്റുന്നതാണെങ്കിൽ നിങ്ങൾ ചെയ്ത് നോക്കി. നമ്മൾ ചെയ്തിട്ട് നമ്മളിലേക്ക് കിട്ടുന്ന ഓരോ അനുഭവ കഥകളാണ് നാം പറയുന്നത്. അതുകൊണ്ട് നിങ്ങൾക്ക് പറ്റുകയാണെങ്കിൽ ഇതൊന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് അവിടെ വെച്ച് നോക്കിയിട്ട് കണ്ടു നോക്കി. കാണാനിപ്പോൾ ഏതായാലും വലിയ ചിലവൊന്നുമില്ലല്ലോ കേട്ടോ. എന്നിട്ട് വേണമെങ്കിൽ ഉപയോഗിക്കുക, അല്ലാത്തവർ തള്ളിക്കളയുക. അൽഹംദുലില്ലാ, ആമീൻ.